അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് നല്ല കറുമുറാ കഴിക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ സാധാ മുറുക്ക് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, നല്ല കറുമുറായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിക്കകത്തോട്ട് 1 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല. നെയ്ച്ചോറൊന്നും എടുക്കരുത്. നമ്മൾ സാധാരണ വെക്കുന്ന ചോറ് ഏതായാലും കുഴപ്പമില്ല. വെന്തതായാലും കുഴപ്പമില്ല. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം, പക്ഷെ ഒരുപാട് ചേർക്കരുത്. നല്ല വെന്ത ചോറാണെങ്കിൽ നമുക്ക് ഒരു 2-3 സ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി വേവാത്ത ചോറാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പൊടിക്ക് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുക്കണം. ഇനിയാണ് നമുക്ക് ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. കറുത്ത എള്ളാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മുളക് പൊടി ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ 1/4 കപ്പ് കടലമാവും ചേർത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ്. പിന്നെ ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ഇത്രയും മതിയാവില്ല, നമുക്ക് ഇനിയും ചേർക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എത്ര വെള്ളം ചേർത്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമുക്കിനി പൊടി ആവശ്യം വരിക. അപ്പോൾ നമ്മൾ ഓരോ സ്പൂണായിട്ട് പൊടി ഇട്ട് കൊടുക്കണം. അത് അരിപ്പൊടിയാണ് കേട്ടോ ഇനി ഇടേണ്ടത്, കടലമാവ് ഇനി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ സ്പൂണായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എപ്പോഴാണോ നമുക്ക് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നത് അത്രയും പൊടി ആവശ്യം വരും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പൊടിയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിൻ്റെ കാര്യം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് വേണ്ടത്. കാരണം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അവസാനം എണ്ണയിൽ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടൂല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. അപ്പം മുറുക്കിൻ്റെ സൈസുള്ള ആ ഹോള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിനകത്തോട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതിന് മുമ്പായിട്ട് ഉള്ളിലൊക്കെ ഒന്ന് എണ്ണ തടവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിത് എണ്ണ തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിനകത്തോട്ടാണ് ഇത് ചുറ്റിച്ചിടാൻ പോകുന്നത്. എന്നാലേ നമുക്ക് നല്ല നീറ്റായിട്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ല ടൈറ്റിലാണ് കുഴച്ചെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് ചുരുട്ടിയെടുക്കാനും പറ്റും, അതേപോലെ തന്നെ എണ്ണയിലോട്ട് എടുത്ത് ഇടാനും പറ്റും. അപ്പോൾ ലൂസ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അഥവാ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ എടുത്ത് ഇച്ചിരി പൊടിയിട്ടൊന്ന് കുഴച്ചാൽ മതി. അപ്പോൾ അതേ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനത്തെ അറ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനോടൊന്ന് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഒരു 2-3 എണ്ണം കൂടി ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് വെക്കണ്ട. ഒരു 3-4 എണ്ണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം ഉണ്ടാവുക. അപ്പോൾ അതേ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ല ചൂടുള്ളപ്പോൾ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇത് നല്ല കറുമുറുമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് എന്തായാലും ഫ്രൈ ചെയ്യുക. എന്നാലേ നമുക്ക് കുറച്ച് നേരം വെച്ചാലും ആ ക്രിസ്പിനെസ് പോവാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ചൂടാറുമ്പോൾ ഒന്ന് തണുത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് 3-4 മിനിറ്റ് എന്തായാലും ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറുമായിട്ടുള്ളത് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് സാധാരണ മുറുക്ക് പോലെ തന്നെ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷെ 1 കപ്പോണ്ട് ഉണ്ടാക്കി അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ നീളത്തിൽ മുറുക്ക് പോലെ ആക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറുമുറാന്നിരിക്കണയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. കാരണം ഉച്ചയ്ക്ക് ചോറ് ബാക്കി വന്നാൽ നമുക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക.
അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.